ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോട് ചെയ്ത്, അത് ചെറിയ ഉത്തരവാദിത്വമായാലും വലിയ ഉത്തരവാദിത്വമായാലും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത മർക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായമാണല്ലോ. 37 വാക്യങ്ങളുള്ള ഈ 13 അധ്യായത്തിൽ അന്ത്യകാലത്തെക്കുറിച്ചും അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പിൻ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടാണ് ഇത് പറയുന്നത്, ഉണർന്നിരിപ്പിനെന്ന്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉണർന്നിരിക്കേണ്ടത്? കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി നമ്മൾ ഉണർന്നിരിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഉണർന്നിരിക്കേണ്ടത്? 34 വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവൻ അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ. ഒരു മനുഷ്യൻ തൻ്റെ വീട് വിട്ട് ദൂരദേശത്തേക്ക് പോകുമ്പോൾ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് അവൻ മടങ്ങി വരുന്നത് വരെ ആ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ ചെയ്ത് ഉണർന്നിരിക്കുവാൻ ആ യജമാനൻ ആഗ്രഹിക്കുന്നത് പോലെ. ഈ യജമാനൻ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് അറിയത്തില്ല. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരും എന്നറിയായതുകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ. അങ്ങനെ ആ യജമാനൻ വരുമ്പോൾ ഉണർന്നിരുന്ന് കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യണം എന്നാണ് ഇവിടെ യേശു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളെക്കുറിച്ചും അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോട് ചെയ്ത്, അത് ചെറിയ ഉത്തരവാദിത്വമായാലും വലിയ ഉത്തരവാദിത്വമായാലും അത് കൃത്യതയോട് ചെയ്ത് വിശ്വസ്തയോടെ ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഉണർന്നിരിക്കണം. അതാണ് ദൈവം നമ്മളെ എല്ലാവരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ നാളുകളിൽ നമ്മുടെ ഗവൺമെൻറ് ഉണർന്നിരിക്കുകയാണ്, നമ്മുടെ പോലീസ് അധികാരികൾ ഉണർന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ലഹരിക്ക് അടിമയായി നശിച്ചു പോകുന്നു. അതുകൊണ്ട് അവർ നശിച്ചു പോകുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവർ നശിക്കാതിരിക്കേണ്ടതിനാണ് ഇപ്പോൾ അധികാരികളെല്ലാം ഉണർന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരുവാനിടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം കഴിക്കുകയാണ്. ആ യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ യേശുവിൽ നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം. ദൈവം നമുക്ക് തന്ന ഈ കൽപ്പനകൾ, ഈ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. രക്ഷയുടെ അനുഭവത്തിൽ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ജീവിക്കാൻ ഇടയായി തീരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും ഈ കർത്താവിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, ഈ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, ഈ നാളുകളിൽ അതിനായിട്ട് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണം. കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു പോയാൽ നമ്മൾ നിത്യനരകത്തിലായി പോകാൻ ഇടയായിത്തീരും. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ആ നരകത്തിൽ എന്നേക്കും ആ നരകത്തിൽ വീഴുവാൻ ഇടയായിത്തീരും. അങ്ങനെ ആരും നശിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവമകനായി അല്ലെങ്കിൽ ദൈവമകളായി തീരുവാൻ, നിങ്ങളുടെ പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ ആ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരും. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതിനായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ, ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്ന പോലെ ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഉണർന്നിരിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കും.